നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ശനിയെയും രാഹുവിനെയും പറ്റി കുറച്ച് അറിവുകളായിരുന്നു ഷെയർ ചെയ്തത്. ഇന്നത്തെ വീഡിയോയിലും ശനി, രാഹു കൂടാതെ ഇവർക്ക് ദേവീ ആരാധനയിലുള്ള സ്ഥാനം അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് അതിൻ്റെ ആധ്യാത്മിക ഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശനിയും രാഹുവിൻ്റെയും പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രൊഫഷനെ എങ്ങനെ ബാധിക്കുന്നു, എവിടെയാണ് നമ്മുടെ പ്രൊഫഷനുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ദേവീ ആരാധനയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ പൊതുവേ സാധാരണമായിട്ട് ഉള്ള ഒരു ജീവിതം, ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ശനിയും രാഹുവും തരുന്ന ആ ഒരു പാപത്വത്തെ അല്ലെങ്കിൽ കഷ്ടപ്പാടിനെ അതിൽ നിന്നൊക്കെ ഒരു രക്ഷയ്ക്കായിട്ട് ദേവി ആരാധന ഗുണം ചെയ്യും. അപ്പോൾ അത് പല വീഡിയോകളിലായിട്ടും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ശനിയും രാഹുവും ജാതകത്തിൽ നമുക്ക് ശുക്രൻ്റെ രാശികളിൽ ശനി രാഹു ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശുക്രൻ്റെ രാശിയുമായിട്ട് കേന്ദ്ര ത്രികോണ സംബന്ധം വയ്ക്കുകയാണെങ്കിലും, ശനിയും രാഹുവും തമ്മിൽ ഗ്രഹദൃഷ്ടി, രാശിദൃഷ്ടി ഒക്കെ ആണെങ്കിലും, ഇവർക്ക് ശുക്രനുമായുള്ള ബന്ധം, അതുപോലെ പ്രത്യേകിച്ച് രാഹുവിന് അഷ്ടമഭാവവുമായിട്ടുള്ള ബന്ധം, രാഹുവിന് വൃശ്ചികവുമായിട്ടുള്ള ബന്ധം, വൃശ്ചികം നവാംശത്തിലോ വൃശ്ചികം രാശിയിലോ ഒക്കെ രാഹു ഇരിക്കുകയാണെങ്കിലും അത് കൂടുതലായിട്ടും നമുക്ക് തന്ത്രമാർഗത്തിലൂടെ ദേവിയെ അറിയാനും ഈ ഒരു ജന്മം എങ്ങനെ വളരെയധികം ആത്മീയ പുരോഗതി പ്രാപിച്ചിട്ട് വരാൻ പോകുന്ന അനേകം ജന്മങ്ങളിൽ നിന്നും, അതായത് വരാനിരിക്കും ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്ന ഒരു ആത്മാവാണ്. പക്ഷേ ഒരുപാട് ജന്മങ്ങളുടെ ജനന മരണങ്ങളുടെ ആ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചക്രത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള, രക്ഷപ്പെടാനുള്ള ഒരു കാര്യത്തെയൊക്കെ കാണിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ ഈ ഒരു അഷ്ടമഭാവത്തിൽ, പ്രത്യേകിച്ച് രാഹുവിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്നത്. അതുപോലെ ശുക്രനുമായിട്ട് രാഹുവിനുള്ള സംബന്ധവും, ഇപ്പോൾ ശുക്രനും രാഹുവും വൃശ്ചികം നവാംശത്തിലാണെങ്കിലും രാഹുവും ശുക്രനുമായി ജാതകത്തിലുള്ള ബന്ധമാണെങ്കിലും അഷ്ടമഭാവത്തിലെ രാഹുവൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കിതിനെ ആ ഒരു തന്ത്രമാർഗത്തിലൂടെ, ഇതിൽ അഷ്ടമത്തിലെ രാഹു വൃശ്ചികത്തിലെ രാഹുവിന് കുറേയൊക്കെ നമുക്ക് ആ തന്ത്രമാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് തന്നെ പോകാനായിട്ട് സാധിക്കുന്നതാണ്. തന്ത്രമാർഗത്തിലൂടെ ആത്മീയ പുരോഗതി തരാൻ രാഹുവിനെ പോലെ, രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഒരു കണക്ഷൻ ജാതകത്തിൽ അതുപോലെ നല്ലൊരു കോമ്പിനേഷൻ ഇല്ല. ഇതിൽ ശനി കർമ്മകാരകൻ കൂടിയായതുകൊണ്ട് ശനി വരുന്നതോടുകൂടി ഈ ഒരു ശുക്രനും രാഹുവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ത്രികോണ സംബന്ധം, ദൃഷ്ടി സംബന്ധമൊക്കെ വച്ചിട്ട് ശനിയുടെ റോൾ കൂടി ഉണ്ടെങ്കിൽ അത് വളരെയധികം നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്കിവിടെ പരിശോധിച്ചാലും അറിയാം, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജാതകത്തിൽ രാഹു ആയിരുന്നു ആത്മകാരക ഗ്രഹം. അദ്ദേഹത്തിൻ്റെ രാഹു ഇടവത്തിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശനി തുലാം രാശിയിലായിരുന്നു. കൂടാതെ സ്വാമി വിവേകാനന്ദൻ്റെ കാര്യത്തിലാണെങ്കിലും വൃശ്ചികത്തിലാണ് രാഹു ഉള്ളത്. കന്നിയിലെ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ശനിയുടെ രാശിയിലാണ് അദ്ദേഹത്തിൻ്റെ ശുക്രൻ ഇരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് കൂടുതലായിട്ടും പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ശ്രീനിവാസ രാമാനുജൻ, അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അദ്ദേഹം പറയാറ് അദ്ദേഹത്തിൻ്റെ ആ മാത്തമാറ്റിക്കൽ സ്കിൽ എന്നത്, ആ കഴിവെന്നത് ദേവിയാണ്. അതായത് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ജീവിതത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ ഒരു പേരുണ്ടാക്കിയിട്ട് കടന്നു പോയവർ, സമൂഹത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ സഹായിച്ചവർ, സമൂഹത്തിന് വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്തവർ, അതായത് അനേകം ജന്മങ്ങളിലൂടെ അവർ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ വളരെ പെട്ടെന്ന് അവർ ചെയ്തു തീർത്തിട്ട് ഈ ചക്രത്തിൽ നിന്ന് മോചനം തേടിയിരിക്കുകയാണ്. അതിന് സഹായിക്കുന്നതും ദേവിയാണ്. അപ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ഒരു സംബന്ധം എന്നത് നിങ്ങൾക്ക് ആ ഒരുപാട് തവണ ഒരു ജനന മരണ ചക്രത്തിൽ പെടാതെ നമുക്ക് നമ്മളുടെ ആ ഒരു കർത്തവ്യം എന്നത് പെട്ടെന്ന് ചെയ്തിട്ട് പൂർത്തിയാക്കാനുള്ള ഒരു സ്കോപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേവിയുടെ ആരാധനാ തന്ത്രമാർഗത്തിലൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു അറിവ് എന്നത് ദശമഹാവിദ്യയാണ്. അതിൽ കാളി, താര, ഷോഡശി, അതായത് ലളിത, ത്രിപുര സുന്ദരി ദേവി, അങ്ങനെയുള്ള ദേവിമാരെ നമുക്കറിയാം. പക്ഷെ ആർക്കാണിത് ചെയ്യാൻ പറ്റുന്നത്? ഏത് ദേവിയാണ് നമുക്ക് ഉപാസിക്കാൻ പറ്റുന്നത്? ഗുരുവില്ലാതെ ഉപാസിക്കാമോ? ഇവരുടെ മന്ത്രങ്ങൾ ചൊല്ലാമോ? അപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലൊക്കെ ഒരുപാട് മന്ത്രങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ്. ഒന്നും മനസ്സിലാക്കേണ്ടത്, നമ്മൾ മന്ത്രങ്ങൾ എന്നത് ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ ചൊല്ലരുത് എന്നത് തന്നെയാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദശമഹാവിദ്യ പോലെയുള്ള ദേവിമാരുടേത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു എനർജി നമുക്ക് താങ്ങാൻ പറ്റില്ല.
അത് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു കോലാഹലം അല്ലെങ്കിൽ ഒരു അപ്സെറ്റ് സൃഷ്ടിക്കും എന്നത് കൂടാതെ നമ്മുടെ മാനസിക നിലയാണെങ്കിലും ഒക്കെ അത് ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് അതായത് നമുക്കവിടെ ശരിക്കും ആ എനർജി ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പലതരത്തിലും അത് വലിയ ബുദ്ധിമുട്ടാവുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും എന്ത് വീഡിയോ നിങ്ങൾ കാണുമ്പോഴും അതൊക്കെ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആയിട്ട് കണ്ടിട്ട് അതിനെ മനസ്സിലാക്കുക. പക്ഷെ എടുത്തു ചാടി എവിടെയെങ്കിലുമൊക്കെ ചാനലുകളിൽ പോയി മന്ത്രങ്ങൾ പരിശീലിക്കരുത്. ഒരു മന്ത്രം എന്നത് ഒരു ഗുരു നമുക്ക് ഉപദേശിച്ച് തരുമ്പോൾ ആ ഗുരുവിൻ്റെ ഒരു എനർജിയുണ്ട്, ആ ഗുരുവിൻ്റെ ഒരു പ്രൊട്ടക്ഷനുണ്ട്. ഗുരു ആ മന്ത്രം ഉപയോഗിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തി അതുപോലെ ഉപാസിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം, അദ്ദേഹത്തിൻ്റെ എനർജി കലർത്തിയിട്ടാണ് അത് നമുക്ക് തരുന്നത്. അതായത് ആ ഗുരു പരമ്പര ആ ഒരു മന്ത്രം ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ എല്ലാ വശങ്ങളും അവർക്കറിയാം. അപ്പോൾ അവരുടെ എനർജി കൂടി നമുക്ക് കൈമാറുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നു, നമ്മുടെ 9ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ നല്ലൊരു ഗുരുവിനെ കിട്ടാൻ, ഇനി അഥവാ കിട്ടിയാലും അവരുമായിട്ട് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വന്നു വരാം. അല്ലെങ്കിൽ സമയത്ത് ഒരു ഗുരുവിനെ കിട്ടിയില്ല, ഒരുപാട് പ്രായമാകുമ്പോഴായിരിക്കും ഒരു ഗുരുവിനെ ലഭിക്കുന്നത്. അതല്ലെങ്കിൽ അടുത്തായിരിക്കില്ല ഗുരു, ഒരുപാട് ദൂരെയുള്ള രാജ്യത്തൊക്കെ ആയിരിക്കും. അതായത് ആ പ്രശ്നങ്ങൾ വരുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഒരു വിശ്വാസം എന്നത് ഉറച്ചൊരു വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ, നമ്മുടെ ഇഷ്ടദൈവത്തോടുള്ള ആ ഒരു സംഭാഷണം എന്നത്, അതുപോലെ ഈ ഗുരുവിനെ ഒരു വ്യക്തിയായിട്ട് കാണാതെ ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെ, അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ധ്യാനത്തിലിരുന്ന് ഈ ഗുരുവുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവായി കിട്ടുന്നതുമാണ്, നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം വരുന്നതുമാണ്. പക്ഷേ പലർക്കും ഇത് ചെയ്യാനുള്ള ഒരു ക്ഷമ, സഹനശക്തി ഉണ്ടാവാറില്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി. ശനിയും രാഹുവും ഒരുപാട് ഡിലേ സൃഷ്ടിച്ചിട്ട്, അത് നിങ്ങളുടെ ഏത് ഭാവത്തിൽ ഈ ശനിയുടെയും രാഹുവിൻ്റെ ഒരു സംബന്ധം വരുന്നു എന്നത്, അവരുടെ രാശിദൃഷ്ടികൾ നടക്കുന്നത്, ഏത് രാശികളിലാണ് ഇവരിയ്ക്കുന്നത്, ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ഇവർ യുതിയാണെങ്കിലും ഗ്രഹദൃഷ്ടിയാണെങ്കിലും രാശിദൃഷ്ടിയാണെങ്കിലും ഒക്കെ ഇവരുടെ ദശാകാലങ്ങളിലൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നു എന്ന്, അതിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കാനും നമുക്ക് തീർച്ചയായിട്ടും തന്ത്രമാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ അത് സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു മാർഗം എന്നത് ഏത് ദേവിയുടെ ആരാധനയാണ് നമ്മൾ ഈ ജന്മത്തിൽ തിരഞ്ഞെടുക്കുന്നത് എന്നത് ശരിക്കും നമ്മളല്ല അത് ചൂസ് ചെയ്യുന്നത്. ആ ദേവി നമ്മളെ അങ്ങോട്ട് വിളിക്കുകയാണ്, ആ ദേവി നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. തന്ത്രമാർഗം എന്നത് എളുപ്പത്തിൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു മാർഗമാണെന്ന് ഒരു തരത്തിൽ പറയാം. അതിനുള്ള ഡിസിപ്ലിനും ചിട്ടകളും, നമ്മൾ ത്യജിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളും, നമ്മുടെ നിഷ്ഠയും, നമുക്കുള്ള അനുസരണശീലവും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ചിട്ട എന്നത് മുഖ്യമാണ്, നമ്മുടെ ജീവിതശൈലിയും ഒക്കെ മുഖ്യമാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കതിൽ പടിപടിയായി മുന്നോട്ട് പോകാനും കഴിയുന്നത്. അപ്പോൾ ചിലരൊക്കെ ഈ ഒരു ജന്മത്തിൽ നേരിട്ട് ദശമഹാവിദ്യയിൽ കാളിയാണ് ആരാധിക്കുന്നത്. ഞാനിവിടെ ഭക്തിയെ പറ്റിയല്ല പറയുന്നത്. ഭക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അമ്മയായി കാണുന്നു, നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ദേവിയെ പ്രാർത്ഥിക്കുന്നു, സങ്കടം ഉണ്ടാകുമ്പോൾ വിളിക്കുന്നു, കരഞ്ഞപേക്ഷിക്കുന്നു, അതുപോലെ സന്തോഷം ഷെയർ ചെയ്യുന്നു, പലതരത്തിലുള്ള വഴിപാടുകൾ കഴിപ്പിക്കുന്നു. ശരിക്കും നമ്മൾ ഒരു അമ്മയെപ്പോലെ കാണുന്നു, ദേവിയായി കാണുന്നു, ശക്തിയായി കാണുന്നു, ഒക്കെ ശരിയാണ്. ഇവിടെ ഭക്തി ഉണ്ടെങ്കിലും നമ്മൾ തന്ത്രമാർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ ക്രിയകളുണ്ട്, കർമ്മങ്ങളുണ്ട്, അവിടെ നമുക്ക് പൂജാവിധികളുണ്ട്. പല കാര്യങ്ങളും നമ്മൾ സിസ്റ്റമാറ്റിക്കായി ചെയ്യേണ്ടതുണ്ട്. നിഷ്ഠപ്രകാരം ഇത്ര ദിവസത്തേക്ക് ഇന്ന സമയത്ത് ചെയ്യണമെന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഗുരുവിൻ്റെ കീഴിൽ ചെയ്യുമ്പോൾ അതൊരു മാർഗം തന്നെയാണ്, ഒരു വേറിട്ട ഒരു വഴിയാണത്. അപ്പോൾ കലിയുഗത്തിന് ഏറ്റവും ചേർന്ന ദേവതാ ഉപാസന എന്നതും തന്ത്രമാർഗം തന്നെയാണ്. പ്രത്യേകിച്ച് ഇനിയുള്ള ഗോചര സമയങ്ങളിൽ ശനി രാശിചക്രത്തിലെ അവസാനത്തെ രാശിയായിട്ടുള്ള മീനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടുത്തെ പൂരുരുട്ടാതി എന്നത് ഒറ്റക്കാലുള്ള ഏകപാദനാണ്. അവിടേക്ക് ശനി സഞ്ചരിക്കുമ്പോൾ ശനി ഏകദേശം ആ ഒരു ശാഠ്യത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ പല മെലിഫിക് ഇമ്പാക്ട്സും പലതരത്തിലുള്ള ദുഷ്പ്രഭാവവും കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും അതിന് നമുക്ക് തന്ത്രമാർഗത്തിലൂടെ ദേവിയെ സമീപിക്കുക എന്നത് തന്നെയാണ് ഒരു പരിഹാരം. ഇത് നിങ്ങളുടെ പേഴ്സണൽ ലെവലിലാണെങ്കിലും, അതായത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും, അതുകൂടാതെ നിങ്ങൾക്ക് രാഷ്ട്രത്തിന് വേണ്ടിയും ഒരു സമൂഹത്തിന് വേണ്ടിയും ഒക്കെ ഈ തന്ത്രമാർഗം സ്വീകരിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ തട്ടിപ്പ്, ഒരുപാട് കാപട്യം ഇതിൽ വീണു പോകരുത്. നിങ്ങളെ പഠിപ്പിക്കുന്ന ആ ഗുരു പരമ്പര എങ്ങനെയാണെന്നത് നോക്കിയിട്ട് എത്ര ആൾക്കാർ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു, അവരുടെയൊക്കെ തപോബലം എന്തായിരുന്നു, അവർ തന്ന പാഠങ്ങൾ,
അവർ പഠിപ്പിച്ച കാര്യങ്ങൾ, എങ്ങനെയാണ് ആ ഒരു ലീനിയേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എവിടെയും പോയി ചേരാൻ. അല്ലാതെ ഒരു തന്ത്രമാർഗ്ഗം എന്ന് പറയുമ്പോൾ വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന, വലിയ വലിയ കണ്ണുകളുള്ള, അല്ലെങ്കിൽ താടിയും മീശയൊക്കെയുള്ള, വലിയ വലിയ കുറികളൊക്കെ ഇട്ട്, അതായത് ആ വേഷത്തിൽ പലതരം വേഷങ്ങളൊക്കെ കാണിച്ചിട്ട്, അതായത് ചില ആൾക്കാർ ഭയം ജനിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട്, അങ്ങനെയൊക്കെ ആവുമ്പോൾ അതിൽ ആ സത്യം ഉണ്ടാകണമെന്നില്ല. ആത്മീയത എന്നത് അത് മനസ്സിൻ്റെ നമ്മുടെ മനസ്സിന് വരുന്ന ഒരു ട്രാൻസ്ഫർമേഷനാണ്. തന്ത്രമാർഗ്ഗത്തിലൂടെ പോകുമ്പോഴും നമ്മുടെ മനസ്സിന് വരുന്നൊരു ട്രാൻസ്ഫർമേഷനാണ്. നമുക്ക് ജീവിതത്തോട് ഉള്ള നമ്മുടെ ആ ഒരു അപ്രോച്ചിനെ, നമ്മൾ ഏത് രീതിയിൽ ജീവിതത്തെ സമീപിക്കുന്നു, അതിനുള്ള മാറ്റമാണ് ഈ ഒരു തന്ത്രമാർഗ്ഗത്തിലൂടെ വരുമ്പോൾ ഈ മാറ്റങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത് ശരിക്കും നിങ്ങളിലെ ശക്തിയെ, തന്ത്രമാർഗ്ഗത്തിലൂടെ നമ്മൾ ശക്തിയെയാണ് ആരാധിക്കുന്നത്, ദേവിയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാപഗ്രഹങ്ങളായിട്ടുള്ള ശനിയും രാഹുവും ഇതിനെക്കുറിച്ച് ആവശ്യമാണ്. പ്രത്യേകിച്ച് അഷ്ടമഭാവവും അഷ്ടമത്തിലിരിക്കുന്ന ഗ്രഹങ്ങളും ഒക്കെ ആവശ്യവുമാണ്. അപ്പോൾ നിങ്ങൾ തന്ത്ര പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ജാതകത്തിൽ കാണാം അഷ്ടമത്തിലെ ശുക്രൻ, അഷ്ടമത്തിലെ രാഹു, ശനിയും രാഹുവും തമ്മിലുള്ള സംബന്ധം, ശുക്രനും രാഹുവും തമ്മിലുള്ള സംബന്ധം, അത് എവിടെയെങ്കിലും കാണാം. നവാംശത്തിലോ അല്ലെങ്കിൽ ത്രികോണ സംബന്ധമായാലും ജാതകത്തിലും ഒക്കെ കാണാവുന്നതാണ്. ഇവർ തമ്മിലുള്ള നക്ഷത്ര കണക്ഷനായാലും ഈ ശുക്രൻ്റെ രാശികളിൽ ഈ ഗ്രഹങ്ങൾ ഇരിക്കുന്നതൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ആ മാർഗത്തിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയുന്നത് നിങ്ങളെ തന്നെയാണ്, നിങ്ങളുടെ ഉള്ളിലെ ശക്തിയാണ്. അതാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി, ഈ ഒരു കാര്യത്തെപ്പറ്റി ഒന്നുകൂടി പലതവണ ഞാൻ തന്ത്രമാർഗ്ഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ഗുരുവിനെ സ്വീകരിക്കേണ്ടതാണ്, കണ്ടുപിടിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ മുന്നിലേക്ക് വന്നത് ശ്രീനിവാസ രാമാനുജൻ പറഞ്ഞ ആ വാക്കുകളായിരുന്നു. പ്രശസ്തനായിട്ടുള്ള മാത്തമാറ്റീഷ്യനായിട്ടുള്ള ശ്രീനിവാസ രാമാനുജൻജി പറഞ്ഞത്, "An equation for me has no meaning unless it expresses a thought of God." പിന്നെ അദ്ദേഹം പറഞ്ഞത്, ദേവിയാണ് എൻ്റെ നാവിൽ ആ ഇക്വേഷൻസ്, ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എൻ്റെ നാവിൽ എഴുതുന്നത് ദേവിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. "She writes them on my tongue in my dreams" എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു ഇടത്ത് അദ്ദേഹം "മൈ ദേവി ബ്ലീഡ്സ് മാത്തമാറ്റിക്സ്" എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ കുലദൈവമായ, തമിഴ്നാട്ടിലെ ആണെന്ന് തോന്നുന്നു, നാമഗിരി എന്ന ദേവിയുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ദേവിയാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ ദേവിയാണ് അദ്ദേഹത്തിലൂടെ ഈ ലോകത്തിന് ഒരുപാട് അറിവുകൾ കൊടുത്തത്. ആ മാത്തമാറ്റിക്സ് എന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നത് ലോകത്തിന് തന്നെ മാതൃകയുമായിരുന്നു. ഇദ്ദേഹം TB മറ്റോ വന്ന് മരിക്കുകയും ചെയ്തു നേരത്തെ തന്നെ. അപ്പോൾ ആ ദേവി എന്നത് എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ അനേകം ജന്മങ്ങളിലൂടെ ഇദ്ദേഹം ആ പ്രാരാബ്ധം അനുഭവിക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരു ജന്മത്തിൽ തന്നെ. അതായത് ദേവി ഭക്തരിലൂടെയാണ് സമൂഹത്തിലേക്ക് ദേവി പലതരം ജ്ഞാനം, അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നത്, പലരെയും നേർവഴി നടത്തുന്നതും. അപ്പോൾ ചിലർക്ക് നല്ല ഉപദേശങ്ങൾ, ലൈഫ് ചേഞ്ചിങ് ഉപദേശങ്ങൾ ലഭിക്കുന്നതും, ലൈഫ് ചേഞ്ചിങ് അഡ്വൈസസ് ലഭിക്കാനും എല്ലാത്തിനും കാരണം ദേവി തന്നെയാണ്. ദേവി തന്നെയാണ് ഇൻറ്റ്യൂഷൻ. ഒരു വ്യക്തിക്ക് വളരെയധികം ഇൻറ്റ്യൂട്ടീവാണ് ഒരു വ്യക്തിയെങ്കിൽ ഒരു പൂർവാഭാസമുണ്ട്, കാര്യങ്ങൾ നേരത്തെ അറിയാൻ കഴിയുന്നുണ്ട്, ആൾക്കാരെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ആൾക്കാരുടെ മുൻജന്മ കർമ്മങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് മറ്റുള്ളവരെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതായത് ആ ഇൻറ്റ്യൂഷൻ എന്നൊരു കാര്യവും ദേവി തന്നെയാണ്. ദേവി തന്നെയാണ് നമ്മുടെ ബുദ്ധിയും നമ്മളിലെ ശക്തിയും എല്ലാം ഭഗവതിയാണ്. അപ്പോൾ കലിയുഗത്തിൽ പലതരത്തിലുള്ള ആസുര ശക്തികളും നെഗറ്റീവ് എനർജിയും, രാഹുവിൻ്റെയും ശനിയുടെയും മറ്റൊരു നെഗറ്റീവ് വശം എന്നത് ഈ നെഗറ്റീവ് എനർജിയുടെ ഒരു കാര്യവുമാണ്. അപ്പോൾ പലരും ഈ ദേവി ആരാധനയിലേക്കൊക്കെ വരുമ്പോൾ ഈ നെഗറ്റീവ് എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ വന്ന് അവർ ചിന്തിച്ചാണ് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളിലേക്ക് എത്തുന്നതും. എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള തോട്ട്സ് വരുന്നത്, ആൾക്കാർക്ക് അവരുടെ മേലെ മറ്റു ശക്തികളുടെ സ്വാധീനമുണ്ടെന്ന് തോന്നുക, അത്തരം കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എല്ലാം ശരിക്കും ആ ദേവി ആരാധനയിലേക്ക് അവസാനം നിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ അനേകം ജന്മങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്ന ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഭഗവതിക്ക് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലുണ്ടെങ്കിൽ ഏത് ഭാവത്തിലാണെങ്കിലും തീർച്ചയായിട്ടും തന്ത്രമാർഗ്ഗം സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പാടില്ല. ഒരാളെ നശിപ്പിക്കാനോ ഒരാളുടെ മേൽ വിജയം സ്ഥാപിക്കാനോ ഒന്നും പാടില്ല. നമ്മുടെ ആത്മീയ പുരോഗതിക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ അറിയാനായിട്ട് മാത്രം ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അതിലൂടെ ഒരുപാട് അപ്ലിഫ്റ്റ്മെൻ്റ് ഉണ്ട്. ദേവി എവിടെയുണ്ടോ അവിടെ ഐശ്വര്യമുണ്ട്.
ദേവി ആരാധകരുടെ മുഖത്താണെങ്കിലും അവരുടെ സംസാരത്തിലാണെങ്കിലും അവരുടെ പ്രഭാവലയമാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ദേവി എന്നത് ഐശ്വര്യമാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും. അപ്പോൾ ദേവിയുടെ ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ടാകും എന്ന് വിചാരിക്കേണ്ട. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. എല്ലാ ആൾക്കൂട്ടത്തിൽ നിന്നും മാറിയിട്ട് തീർച്ചയായിട്ടും ഇനി ഞാനൊരു 3-4 മാസത്തേക്ക് ഈ ആൾക്കൂട്ടത്തിലൊന്നും വരുന്നില്ല, ഞാൻ എവിടെയെങ്കിലും പോയിരിക്കുകയാണെന്ന് വിചാരിക്കുക. മറ്റൊരു സ്ഥലത്ത് താമസിക്കുകയാണ്, ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. നിങ്ങൾ ദേവി ആരാധകനാണോ, ഐശ്വര്യം നിങ്ങളെ തേടി അവിടെ എത്തിയിരിക്കും. അതായത് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പ്രൊഫഷൻ ഇതാണ്, ഞാൻ ഇന്ന സിറ്റിയിൽ താമസിച്ചിട്ട് ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്, ഈ ജോലിയാണ് എനിക്ക് വരുമാനം കൊടുത്തിരുന്നത്, പ്രശസ്തി തരുന്നത്, ഒരുപാട് ആരാധകരൊക്കെ തരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ല. നിങ്ങളിവിടെ നിന്ന് മാറിയിട്ടൊരു 3 മാസത്തേക്ക് ഈ നാട്ടുകാരൊന്നും ഇല്ലാത്ത വേറൊരു സ്ഥലത്ത് പോയിട്ട്, ദൂരെ പോയിട്ട് താമസിക്കുകയാണ്. അവിടെ നിങ്ങളെ ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിരുന്നാലും നിങ്ങൾക്ക് വേണ്ടുന്ന ഐശ്വര്യമെല്ലാം അവിടെയും എത്തിച്ചേരും. എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ സമയത്ത്, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടിരിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ, അതായത് ശരിക്കും ആ പ്രസൻസ് ഉണ്ടാകും. അതാണ് ദേവിയുടെ കൃപ എന്നത്. അപ്പോൾ ഇവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കാര്യമാണെങ്കിലും ദേവിയുടെ ഉപാസകർ എന്നത് സമൂഹത്തിലേക്ക് കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ മുന്നേ ഉള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ശുക്രൻ എന്നത് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നവരാണ്. ശുക്രൻ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സമൂഹത്തിലേക്ക് എല്ലാം കൊടുക്കുന്നത്. ഇവിടെ സമൂഹത്തിന് പരിവർത്തനം, അതായത് കാളി ആരാധന എന്നത് സമൂഹത്തിൽ അങ്ങനെ കോമൺ ആയിരുന്നില്ല. വളരെയധികം എനർജിയുള്ള, ഒരുപാട് ഉഗ്രതയൊക്കെയുള്ള ദേവിയുടെ ആരാധന എന്നത് അത്ര പരിചിതമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണ് കാളി, നമ്മൾ സാധാരണക്കാർക്ക് വരെ അമ്മയെ പേടിയില്ലാതെ ആരാധിക്കാം എന്ന രീതിയിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ നമുക്ക് കാണിച്ചു തന്നത്, എല്ലാ സാധാരണക്കാർക്കും അമ്മയായിട്ട് കണ്ടിട്ട് ദേവി ആരാധിക്കാം എന്നത്. ഇന്ന് ശരിക്കും നമ്മളെല്ലാവരും കാളീക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, നമുക്കങ്ങനെ ഭയമില്ല. അത്രയും ഉഗ്രരൂപമാണെങ്കിലും രുധിരപ്രിയയാണ് ദേവി, ബലിപ്രിയയാണ് ദേവി. അങ്ങനെയുള്ള ദേവിയെ നമ്മൾ വളരെയധികം സാത്വിക ഭാവത്തോടു കൂടിയും ആരാധിക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദനും സമാധിയാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു സമൂഹത്തിലേക്ക് കൊടുക്കാനുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സമാധിയായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്കൊന്നും മനസ്സിലാക്കേണ്ടത്, ദേവി ആരാധകർ എന്തിനാണോ വന്നത്, സമൂഹത്തിലേക്ക് എന്ത് പരിവർത്തനം ചെയ്യാനാണോ വന്നത്, എന്ത് കൊടുക്കാനാണോ വന്നത്, അതായത് ഒരു മാറ്റം ഈ വ്യക്തിയിലൂടെയും ഉണ്ട്. അത് ദേവി അവരിലൂടെ പ്രവർത്തിച്ചിട്ട് സമൂഹത്തിന് ആ മാറ്റം വരുത്തിയിട്ട് പിന്നെ അവരെ ദേവി സ്വന്തം ലോകത്തേക്ക് വിളിക്കുന്നതാണ്. ദേവി മനോന്മണിയാണ്. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ മനസ്സിൽ ഒരുപാട് കാട് കയറുന്ന ചിന്തകൾക്കും അപ്പുറത്താണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കപ്പുറം, നമ്മുടെ മനസ്സിനപ്പുറം ആണ് ദേവിയുടെ സ്ഥാനം. മനോന്മണി എന്നൊരു പേര് ലളിതാ സഹസ്രനാമത്തിലുണ്ട്. ഇവിടെ ഒന്ന് പറയാനുള്ളത്, ശനിയും രാഹുവും ജാതകത്തിൽ വളരെ പ്രബലരായിട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ലഗ്നത്തിലൊക്കെയാണെന്ന് വിചാരിക്കാം, ശനി ലഗ്നത്തിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇൻസൾട്ട് അനുഭവിക്കേണ്ടി വരും. ഒരുപാട് ആൾക്കാർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. ഇത് നീ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടതാണ്, നിനക്ക് പറ്റുന്നതല്ല ഇത്. അതായത് നിങ്ങളിലെ ശക്തിയെ ഉണരാൻ അനുവദിക്കാതെ നിങ്ങളെ താഴ്ത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നിങ്ങൾക്ക് കാണാം. ജാതകത്തിൽ പ്രബലരാണ് പാപഗ്രഹങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണാം. ശനി എപ്പോഴും നമുക്ക് ഒരു വലയം സൃഷ്ടിക്കും. ശനിയുടേതായിട്ടുള്ള ഒരു വലയത്തിലായിരിക്കും നമ്മൾ. എന്ത് വലയമാണത്? നമ്മുടെ കർമ്മബന്ധം എന്ന വലയം. ആ കർമ്മബന്ധം എന്ന വലയത്തിൽ നിന്ന് നമ്മൾ ആ വലയം ഭേദിച്ച് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ശക്തി വേണം. ആരാണ് ആ ശക്തി തരുന്നത്? ദേവി തന്നെയാണ് ശക്തി. അപ്പോൾ ദേവിയോട് പ്രാർത്ഥിക്കണം. എന്താണ് ഈ ബന്ധനം, ഈ കർമ്മബന്ധനം എന്നത്? ഈ ബന്ധനത്തിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. അനേകം ജന്മങ്ങളിലെ കർമ്മഫലമാണ് എന്നെ ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി കെട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ ഭഗവതിക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ പാപഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോൾ ഒരുപാട് തവണ നമുക്ക് വീഴ്ച അനുഭവപ്പെടുന്നതായിട്ട് കാണാം, ഇൻസൾട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണാം. ഓരോ തവണ നമ്മൾ വീഴുമ്പോഴും ദേവി നമ്മളെ താങ്ങി നിർത്തുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഭക്തൻ്റെ വീഴ്ച പോലും ഹരിയുടെ കരങ്ങളിലേക്കാണ്. ഇവിടെ ഭഗവാൻ ശിവൻ തന്നെയാണ് രാധയായിട്ട് അവതരിച്ചതും, അതുപോലെ മഹാകാളി തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചതും എന്നും പുരാണ കഥയുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ പാപഗ്രഹങ്ങൾ നമ്മളിങ്ങനെ കർമ്മബന്ധത്തിൽ വരിഞ്ഞു മുറുക്കുമ്പോൾ
ദേവിയാണ് ആ ബന്ധനം മോചിപ്പിച്ചിട്ട് നമുക്ക് മുക്തി തരാൻ, ഈ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വരുന്നത് ദേവി തന്നെയാണ്. അതിനു കൂടി അതിനുള്ള എളുപ്പമാർഗ്ഗമാണ് തന്ത്രമാർഗം എന്നത്. പക്ഷെ അതിന് നല്ലൊരു ഗുരു വേണം. നിങ്ങളെ അവർ മിസ്യൂസ് ചെയ്യാനും പാടില്ല, നിങ്ങളുടെ സമയവും നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് ക്ഷമ നന്നായിട്ട് വേണം, സഹനശക്തി വേണം. ശരിക്കും ഒരു ആത്മബോധം ആ ഒരു നല്ല രീതിയിൽ ഇല്ലാത്തൊരു വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട്. അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും, സംശയങ്ങളുണ്ടാകും. ഇത് ചെയ്താൽ എങ്ങനെയാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ, പൂജാ വസ്തുക്കളിലാണെങ്കിലും പലതും ഇങ്ങനെ ചുറ്റും ആൾക്കാർ ചോദിക്കുന്നതും ആദ്യഘട്ടങ്ങളിൽ സ്വയം വരുന്ന സംശയങ്ങളെല്ലാം പിന്നീട് ദേവി പതുക്കെ മാറ്റിത്തരുന്നതാണ്. അപ്പോൾ ശരണാഗതരായിട്ടിരിക്കുക എന്നത്, നിങ്ങളുടെ ഇഷ്ടദൈവത്തിന് മുന്നിൽ ശരണാഗതരായിട്ടിരിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമ്മയുടെ കാര്യം, കാളി ദേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അമ്മയുടെ കയ്യിലുള്ള ആ ഒരു വാൾ എന്നത് ഓരോ തവണയും നമ്മളിലെ ഒരു അഹംഭാവം ഉണരുമ്പോൾ, ഇത് എൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ ആ ഒരു അഹംഭാവം വരുമ്പോൾ നമ്മളിലെ, അതായത് ശരിക്കും നമ്മളിലെ അജ്ഞാനം കൂടുമ്പോൾ ഒക്കെ നമ്മുടെ ശിരസ് അറുത്തു മാറ്റാൻ ഉള്ള വാളാണിത് ദേവിയുടെ കയ്യിൽ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം തന്നെയാണ് ആ അസുരനായിട്ട്, അതായത് ഓരോ തവണയും നമ്മുടെ ഉള്ളിലെ ആ രക്തബീജൻ ഉണരുമ്പോൾ, ആ അസുരൻ ഉണരുമ്പോൾ, അതായത് അത് അഹംഭാവമായിട്ട്, അത്യാഗ്രഹമായിട്ട്, ഒരുപാട് സ്വാർത്ഥതയായിട്ട്, അതായത് ആ ഒരു നെഗറ്റീവ് ഇമോഷൻ എന്നൊരു കാര്യം, അപ്പോഴൊക്കെ ദേവിയുടെ കയ്യിലെ വാൾ അത് അരിഞ്ഞു മാറ്റും. എന്തിനാണ് ദേവി നമ്മുടെ ആ ഒരു തലയറുക്കുന്നത്? തലയെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഹംഭാവം, ഈ നെഗറ്റീവ് ഇമോഷൻസ്, അതിനെ അറുത്ത് കളയുന്നത്. കാരണം നമ്മൾ വീണ്ടും അധപ്പതിച്ചാൽ, നമ്മൾ മോശം കർമ്മം ചെയ്താൽ നമ്മൾ അധപ്പതിച്ചിട്ട് താഴെയുള്ള യോനികളിലേക്ക് പോവും, പശു യോനിയിലേക്ക് പോവും. ഇപ്പോൾ പുണ്യം കൊണ്ടാണ് നമുക്ക് ഈ ഒരു മനുഷ്യജന്മം ലഭിച്ചത്. നമ്മൾ വീണ്ടും ആ പശു യോനിയിലേക്ക് പോകുന്നത് തടയാനായിട്ടാണ് നമ്മളിലെ രക്തബീജൻ എന്ന അസുരനെ, അതായത് നമ്മുടെ കാമക്രോധ മത മോഹലോഭ മത്സര്യാദികളെ ദേവി ആ വാളുകൊണ്ട് അറുത്തു മാറ്റുന്നത്. ശരിക്കും നമുക്ക് ഇത്തരം നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും, ഇത്തരം നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളിൽ നിന്നും ഒരു മോചനമാണ് ദേവി തരുന്നത്. അത് ഓരോ തവണ നമ്മുടെ അഹങ്കാരം ശമിപ്പിക്കുമ്പോഴും. അപ്പോൾ നിങ്ങൾ ഭക്തിമാർഗത്തിലൂടെയാണെങ്കിലും തന്ത്രമാർഗത്തിലൂടെ പ്രവേശിക്കുകയാണെങ്കിലും ഓരോ തവണയും ദേവി അബദ്ധങ്ങൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇതുപോലെ നമ്മളിലെ ആ ഒരു നെഗറ്റീവ് ഇമോഷനെ അറുത്ത് കളയുന്നതാണ്. എപ്പോഴും ദേവീ ദേവതമാരെ, ഈശ്വരനെ, ഭഗവാനെ ഒക്കെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ വളരെയധികം സറണ്ടേർഡ് ആയിരിക്കണം, നമ്മൾ ശരണാഗതരായിട്ടിരിക്കണം. ശരിക്കും നമ്മൾ കൊടുക്കുന്ന ആളെയല്ല, നമ്മൾ ദേവിക്ക് ഇന്നത് കൊടുത്തു എന്ന് പറയാൻ നമ്മളൊന്നുമല്ല. പ്രകൃതി ദേവിയാണ്, ദേവിയുടേത് ദേവിക്ക് കൊടുക്കുകയാണ്, ഭഗവാൻ്റെത് ഭഗവാന് കൊടുക്കുകയാണെന്നുള്ള രീതിയിലാണ്. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ എന്തെങ്കിലും കാര്യത്തിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ ആ ഒരു സമീപനമാണ്, എന്ത് വിട്ടുകൊടുക്കും, എന്താണ് ഇവർ എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്, എന്നെ എങ്ങനെ പ്രീതിപ്പെടുത്തും എന്നുള്ള പരീക്ഷണങ്ങളാണ്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിലും നമ്മുടെ ജാതകത്തിലെ 9ാം ഭാവം, 9ാം ഭാവാധിപൻ ഒക്കെ നല്ലതായിരിക്കുകയും നമ്മുടെ 5ാം ഭാവം, ആ പൂർവ്വജന്മ പുണ്യം നല്ലതായിരിക്കുകയും വേണം. ഒക്കെ ഭഗവതിയുടെ കൃപ കൊണ്ടേ നമുക്ക് ചില അറിവുകളെ മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ശനി, രാഹു തുടങ്ങിയ പാപഗ്രഹങ്ങൾ, കൂടാതെ അഷ്ടമഭാവം വൃശ്ചികം എന്ന ഭാവങ്ങളായാലും രാശിയാണെങ്കിലും ശുക്രനും ഈ ഭാവവും അതുപോലെ ഈ പറഞ്ഞ ശനി, രാഹു എന്ന ഗ്രഹങ്ങളും ഒക്കെയുള്ള സംബന്ധവും ഒക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് തന്ത്രമാർഗത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് തരും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലിഫ്റ്റ് തരുന്നതാണ്, ഒരു ഉയർച്ച തരുന്നതാണല്ലേ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട്. അനേകം ജന്മങ്ങളിലൂടെ ഈ ഒരു ശരീരം വീണ്ടും കടന്ന് പോകുന്നത് ഒഴിവാക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ചക്രത്തിൽ നിന്ന് മോചനം ദേവി തരുന്നതാണ്. ദശമഹാവിദ്യയിൽ ഏത് ദേവിയെ നിങ്ങൾ ആരാധിക്കണം എന്നത് നിങ്ങളുടെ ജന്മങ്ങളിലെ നിങ്ങളുടെ സാധന, നിങ്ങളുടെ ഒരു അപ്രോച്ച്, ആരെയായിരുന്നു നിങ്ങൾ സമീപിച്ചിരുന്നത്, ആരാധിച്ചിരുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയുന്നത്. നമുക്ക് എത്രമാത്രം പൂർവ്വജന്മ എക്സ്പീരിയൻസ് ഉണ്ട് എന്നത്, ആരെയായിരുന്നു ആരാധിച്ചത്, അവർ പ്രീതിപ്പെട്ടിട്ടുണ്ടോ, അതല്ലാതെ കഴിഞ്ഞുപോയ ജന്മത്തിലെ ആരാധന തുടർന്ന് അത് മുഴുമിപ്പിക്കുകയാണോ വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപാട് ഭക്തി മാർഗത്തിലൂടെ പോയി, അതായത് ഈ ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളിൽ
അതിനേക്കാളും പ്രാധാന്യം നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തിന്, ദേവീ ദേവതമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ പെട്ടെന്ന് ഉയർത്തുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ മായയിലാണ്. നമ്മുടെ ഒരു കൂടെയുള്ള ബന്ധങ്ങൾ, അവരാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്. സ്ഥിരമായിട്ട് ഇതാണ് എൻ്റെ ബന്ധം, ഇതാണ് എൻ്റെ കുടുംബം, ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് വരുന്നു എന്നൊരു കാര്യത്തെപ്പറ്റി ബോധമില്ലാതിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കോൺഷ്യസ്നെസ് എന്നത് നമുക്ക് അവെയർ ആയിരിക്കാൻ കഴിയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നിങ്ങൾ ശരിക്കും അവെയർ അല്ലാതിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വിഷമമായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ശനി, രാഹു, അഷ്ടമഭാവം വൃശ്ചികത്തിലെ രാഹു, അഷ്ടമത്തിലെ രാഹു എന്നീ കാര്യങ്ങളെക്കുറിച്ചും ഇവർ തമ്മിലുള്ള സംബന്ധം, ശുക്രനുമായിട്ടുള്ള ബന്ധം, അഷ്ടമത്തിലെ ശുക്രനാണെങ്കിലും വൃശ്ചികത്തിലെ ശുക്രനാണെങ്കിലും ഒക്കെ എങ്ങനെ തന്ത്രമാർഗത്തിൽ നമുക്കതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. നമ്മൾ എങ്ങനെ കുറച്ചുകൂടി പ്രോഗ്രസ് ആക്കാൻ ഈ ഗ്രഹങ്ങൾക്ക് കഴിയും, ഈ ഭാവങ്ങൾക്ക് കഴിയും എന്നത് എടുത്തു പറയാൻ കൂടിയാണ് ഇന്ന് ദേവി ആരാധനയെ ഉൾപ്പെടുത്തി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും വരുന്ന സമയങ്ങൾ എന്നത് പ്രകൃതിയിൽ കുറച്ച് മാറ്റങ്ങൾ, ഈ ഗ്രഹങ്ങളുടെ ഗോചരം എന്നത് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്ത്ര ഉപാസനകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യും. ഭാരതത്തിൻ്റെയും ദശാകാലങ്ങൾ മാറി വരുമ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ ലോകത്ത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ധൈര്യം എല്ലാവർക്കും വേണ്ടതാണ്. നെഗറ്റീവ് ഇമോഷൻസ് കുറഞ്ഞു വരേണ്ടതാണ്. നമ്മളിലെ ശക്തിയെ നമ്മൾ ഉണർത്തേണ്ടതാണ്. അപ്പോൾ അതിന് നല്ലൊരു ഗുരു ആവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാനായിരുന്നു ഇന്നത്തെ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.